ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസിബിൾ ഗ്യാസ് ഫ്ലോ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ ബിഹേവിയർ എങ്ങനെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സബ്സോണിക് ആൻഡ് സൂപ്പർസോണിക് ഫ്ലോ. സബ്സോണിക് ഫ്ലോ എന്താണ്, അതിന്റെ സൂപ്പർസോണിക് ഫ്ലോ എന്താണ്, ഇതൊക്കെ അതിന്റെ ബേസിക് മനസ്സിലാക്കുക, അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ടു ഫെമിലിയറൈസ് വിത്ത് ഹൈ സ്പീഡ് ടെസ്റ്റ് ഫെസിലിറ്റീസ്. ഓക്കെ, അത് നമ്മൾ കുറേ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പല ഡെറിവേഷൻസ്, ഇത് ഫുള്ള് നമ്മൾ പഠിക്കുന്നത് ഡെറിവേഷൻസിൽ കൂടെയാണ്. ഇങ്ങനെ ഒരു ഡെറിവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും സബ്സോണിക് ഫ്ലോ, ഇങ്ങനെയായിരിക്കും സൂപ്പർസോണിക് ഫ്ലോ. നേരത്തെ നമ്മൾ സബ്സോണിക്, സൂപ്പർസോണിക്, മാക് നമ്പർ, അങ്ങനെ കുറെ ടൈംസ് ഒക്കെ ജസ്റ്റ് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഇതിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് കേട്ടിട്ടുണ്ടായിരിക്കും, ആൻസിസ്, ഫ്ലൂവെന്റ്, അങ്ങനെയൊക്കെ സോഫ്റ്റ്വെയറുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇനി നെക്സ്റ്റ് അടുത്ത വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ പലരും ജോലിക്ക് എടുക്കുന്ന ഒരു ഫീൽഡിലായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ വളരെ, ഞാൻ പറഞ്ഞാൽ നല്ല ടഫ്നെസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അത്. ആദ്യത്തെ ഒരു 2 മൊഡ്യൂൾ നിങ്ങൾ കറക്റ്റായിട്ട് ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു 4 മൊഡ്യൂൾ വളരെ സിമ്പിളായിട്ട് പഠിക്കും. പക്ഷെ ആദ്യത്തെ ഒരു 2 മൊഡ്യൂൾ ഇച്ചിരി ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അത് എഴുതി തന്നെ പഠിച്ചാലേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ പറ്റൂ. കാരണം ചുമ്മാ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സിലബസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻട്രൊഡക്ഷൻ ടു കംപ്രസിബിൾ ഫ്ലോ, വേവ് പ്രൊപ്പഗേഷൻ, വൺ ഡയമെൻഷണൽ സ്റ്റഡി ഐസെൻട്രോപിക് ഫ്ലോ, ഇറിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സൂപ്പർസോണിക് ഫ്ലോ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ടൈംസ് ഒക്കെ ഒന്ന് കേൾക്കുക. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലും കയറുമ്പോൾ ഒരു ഫെമിലറൈസ് ആകുക. ഫ്ലോ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഫ്രിക്ഷൻ. ഓക്കെ, അതിനെ ഫാനോ ഫ്ലോ എന്നൊക്കെ പറയും, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോ ത്രൂ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, റെയിലി ഫ്ലോ, compressible flow field visualization and measurement in compressible flow wind tunnels. Okay, then നമുക്ക് ഈ ഇതിലെ ഔട്ട്കം നമ്മൾ ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും, ഓക്കെ, ഇതിലെല്ലാത്തിലും സിലബസിലൊക്കെ കാണുന്നതാണ്. നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാരും വായിക്കില്ല ഇതൊന്നും. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ എന്തിനു വേണ്ടി ഇപ്പം തെർമോഡൈനാമിക്സ് പഠിക്കുകയാണെങ്കിൽ, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ പഠിക്കുകയാണെങ്കിൽ, ഏത് സബ്ജക്ട് പഠിച്ചാലും എന്തിനു വേണ്ടിയാണ് നമ്മളത് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ്പെക്റ്റഡ് ഔട്ട്കം, ഈ കോഴ്സ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നമ്മളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് SML നമ്മളത് പഠിക്കണമെങ്കിൽ അതിനൊരു ഔട്ട്കം കിട്ടണമായിരിക്കും. അപ്പം യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ് ചെയ്തിരിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത്, സ്റ്റുഡൻസ് വിൽ ഏബിൾ ടു എന്തൊക്കെയാണ് ഫെമിലറൈസ് ആകേണ്ടത്. ഫോർമുലേറ്റ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ഇൻ വൺ ഡയമെൻഷണൽ സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോ ഇൻക്ലൂഡിംഗ് ഐസെൻട്രോപിക് നോസിൽ ഫ്ലോ, കോൺസ്റ്റന്റ് ഏരിയ ഫ്ലോ വിത്ത് ഫ്രിക്ഷൻ ആൻഡ് കോൺസ്റ്റന്റ് ഏരിയ ഫ്ലോ വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഫാനോ ഫ്ലോ, റെയിലി ഫ്ലോ, അതൊക്കെ ഇതിനകത്ത് മെയിൻ ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ HMD ഒക്കെ യൂസ് ചെയ്ത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ കഴിഞ്ഞതേ ഉള്ളൂ. അതെങ്ങനെയാണ്? ഫുൾ ഡാറ്റ ബുക്കിലുള്ള കളികളാണല്ലേ. ഫുൾ ഡാറ്റ ബുക്ക് വെച്ചിട്ട് മാത്രം, ഡാറ്റ ബുക്കിലെ ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ എടുത്തെഴുതുക. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ഇക്വേഷൻ. അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രോബ്ലംസ് വരുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ഡാറ്റ ബുക്ക് ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. ഓക്കെ, ദെൻ ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ഒരു സെക്കൻഡ് ഔട്ട്കം എന്ന് പറയുന്നത് ഡിറൈവ് ദ കണ്ടീഷൻസ് ഫോർ ദ ചേഞ്ച് ഇൻ. കേൾക്കാവല്ലോ അല്ലേ ഞാൻ പറയുന്നത്? തിമോത്തി, ഓക്കെ. Derive the conditions for the change in pressure, density and temperature flow through a normal shock. Okay, shock wave, oblique wave, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. Determine the strength of oblique shock waves on wedge-shaped bodies on and concave cornice. Know the various measuring instruments used in compressible flow. അപ്പോൾ നമ്മുടെ ഒരു 6 മൊഡ്യൂളിനെ ഒരു 4 ഔട്ട്കം ആയിട്ട് അവർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് പഠിച്ചു കഴിയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയത്, അല്ലേ? പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, വൺ ഡയമെൻഷണൽ സ്റ്റഡീസ്, ഫാനോ ഫ്ലോ, റെയിലി ഫ്ലോ, അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഡേറ്റ ബുക്കിലുണ്ട്. അതിന്റെ ഫിഗർ ഞാൻ കാണിക്കാം. അപ്പോൾ അതൊന്ന് SM യാഹിയ എന്ന് പറയും, ഗ്യാസ് ടേബിൾ. അത് നമ്മൾ ഫോളോ ചെയ്യുക. ഇവിടെ പഠിപ്പിക്കുന്ന SM യാഹിയ ഗ്യാസ് ടേബിൾ വെച്ചിട്ട്. ഓക്കെ, യൂണിവേഴ്സിറ്റി പിന്നെ ബാലേന്ദ്രൻ P ഗ്യാസ് ടേബിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് SM യാഹിയ ഫോളോ ചെയ്യാം. ദെൻ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാലേന്ദ്രൻ P ഫണ്ടമെന്റൽസ് ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഓക്കെ, പിന്നെ രാധാകൃഷ്ണൻ E, പിന്നെ അതുപോലെ SM യാഹിയ. അപ്പം ഞാൻ മെയിനായിട്ട് റെഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ ബാലേന്ദ്രൻ Pയും SM യാഹിയ ആയിരിക്കും നമ്മുടെ റെഫറൻസ് ബുക്കായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് രണ്ടുമാണ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ രാധാകൃഷ്ണൻ E വേണ്ട, അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, പിന്നെ റെഫറൻസ് ബുക്കുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒന്നും മനസ്സിലാകില്ല പ്രത്യേകിച്ച്.
നമ്മൾ പിന്നീട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു കേട്ടൊരു ഓർമ്മ, അതിനു വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു കോഴ്സ് പ്ലാൻ, അതിനകത്ത് മൊഡ്യൂളിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു കംപ്രസിബിൾ ഫ്ലോ. എന്താണ് കംപ്രസിബിൾ ഫ്ലോ എന്നുള്ള കൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം സിസ്റ്റം ആൻഡ് കൺട്രോൾ വോളിയം അപ്രോച്ച്. നമ്മൾ ഇതിന്റെയൊക്കെ ബേസിക് ഈ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മൾ അതിന്റെ എല്ലാം അഡ്വാൻസ്ഡ് ആണ് പഠിക്കുന്നത്. ഇനി സിസ്റ്റം എന്താണ്, കൺട്രോൾ വോളിയം എന്താണ്, അതുപോലെ കംപ്രസിബിൾ ഫ്ലോ, പിന്നെ അതുപോലെ കൺസർവേഷൻ ഓഫ് മാസ് മൊമെന്റ് ഇക്വേഷൻ, ഇതൊക്കെ നമ്മൾ ബേസിക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ തരാം, പക്ഷെ ബേസിക് എല്ലാ ക്ലാസ്സിലും ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി പഠിച്ചിട്ട് വരിക. ഓക്കെ, എല്ലാം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. Then conservation of mass, momentum, energy, stagnation state, compressibility, entropy relations. Then wave propagation, acoustic velocity, Mach number. Okay, Mach number ഒക്കെ ഇതിനകത്ത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലെ മെയിൻ ആണ് Mach number എന്ന് പറയുന്നത്. Effect of Mach number on compressibility, pressure coefficient, physical difference between incompressible, subsonic, sonic and supersonic flows, Mach on sonic boom. Okay, നമുക്ക് പലതും ഈ പറഞ്ഞ വിഷ്വലൈസ് നമുക്ക് വേവ്സ്, നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൈ സ്പീഡ് റോക്കറ്റ് അതുപോലെ ജെറ്റ് ഒക്കെ പോകുമ്പോൾ നമുക്കതിന്റെ ഈ വേവ്സ് നമുക്ക് കാണാൻ പറ്റും, എക്സ്പെരിമെന്റിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. ദെൻ റെഫറൻസ് വെലോസിറ്റീസ്, ഇമ്പൾസ് ഫംഗ്ഷൻ, അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ, റെപ്രസെന്റേഷൻ ഓഫ് വേരിയസ് ഫ്ലോ റെജീംസ് ഓൺ സ്റ്റഡി ഫ്ലോ, അഡിയാബാറ്റിക് എലിപ്സ്. നിങ്ങൾക്ക് ഈ ടേംസ് ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഇതായിരിക്കില്ല, അതായത് അറിയാതിരിക്കാൻ വഴിയില്ല, കാരണം ഇതെല്ലാം ബേസിക് ടേംസ് എല്ലാം നിങ്ങൾ പഠിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ വൺ ഡയമെൻഷണൽ സ്റ്റഡി ഇൻ ഐസെൻട്രോപിക് ഫ്ലോ, അഡിയാബാറ്റിക് ആൻഡ് ഐസെൻട്രോപിക് ഫ്ലോ ഓഫ് പെർഫെക്റ്റ് ഗ്യാസ്. അപ്പൊ അഡിയാബാറ്റിക് എന്താണ്, ഐസെൻട്രോപിക് എന്താണ്, പെർഫെക്റ്റ് ഗ്യാസ് എന്താണ്, അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. എല്ലാം ആപ്ലിക്കേഷൻ ആണ് ഇതിൽ വരുന്നത്. ബേസിക് ഇക്വേഷൻസ്, ഏരിയ വെലോസിറ്റി റിലേഷൻ യൂസിങ് വൺ ഡയമെൻഷണൽ അപ്രോക്സിമേഷൻ, nozzle and diffuser, mass flow rate, choking in isentropic flow, flow coefficient and efficiency of nozzle and diffuser, working tables, charts and tables for isentropic flow, operation of nozzle under varying pressure ratios or expansion and under expansion in nozzles. Okay. Then മൂന്നാമത്തെ മൊഡ്യൂൾ, ഈ ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബേസ്. അതായത് ഈ രണ്ട് മൊഡ്യൂൾ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത മൊഡ്യൂൾസ് ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ ഈ പറഞ്ഞ രണ്ട് മൊഡ്യൂൾ പഠിക്കാതെ അടുത്ത 4 മൊഡ്യൂൾ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ക്ലാസ്സുകൾ മിസ്സാക്കാതിരിക്കുക. ഈ പറഞ്ഞ നിങ്ങൾ ക്ലാസ്സിൽ കയറി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നോക്കിയിരുന്ന് പിന്നെ തിരിച്ച് ഇപ്പൊ തിയറി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്കില്ലൊക്കെ പഠിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകില്ല. ഓക്കെ, ഡെറിവേഷൻ എഴുതുന്നത് അന്നേരം തന്നെ ബുക്കിൽ എഴുതി, അത് ഒരു പ്രാവശ്യം എഴുതിയാൽ പോരാ, കുറെ പ്രാവശ്യം എഴുതിയെങ്കിലും നിങ്ങൾ പഠിക്കാൻ പറ്റും. ഓക്കെ, റിവേഴ്സിബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഇൻ സൂപ്പർസോണിക് ഫ്ലോ, തേർഡ് മൊഡ്യൂൾ. വൺ ഡയമെൻഷണൽ ഷോക്ക് വേവ്, സ്റ്റേഷനറി നോർമൽ ഷോക്ക്, ഗവേണിംഗ് ഇക്വേഷൻസ്, പ്രാൻഡിൽ മേയർ റിലേഷൻസ് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷോക്ക് സ്ട്രെങ്ത്, റാങ്കൈൻ ഹുക്നോട്ട് റിലേഷൻ, നോർമൽ ഷോക്ക് ഓൺ ടിഎസ് ഡയഗ്രാം, വർക്കിംഗ് ഫോർമുല, കർവ്സ് ആൻഡ് ടേബിൾസ്, ഒബ്ലിക് ഷോക്സ്, വേവ്സ്, സൂപ്പർസോണിക് ഫ്ലോ ഓവർ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ, ഫോർമേഴ്സ്. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുമ്പോൾ ഫ്ലോ ഇൻ എ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഫ്രിക്ഷൻ, ഫാൻ ഓഫ് ഫ്ലോ. നമ്മൾ ബേസിക് ഔട്ട്കമ്മിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ഫാൻ ഓഫ് ഫ്ലോ അല്ലെ. ഗവേണിംഗ് ഇക്വേഷൻസ് അതിന്റെ, ഫാൻ ഓർ ലൈൻ ഓൺ HS ആൻഡ് PV ഡയഗ്രാം, ഫാൻ ഓർ റിലേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്, ചോക്കിംഗ് ഡ്യൂ ടു ഫ്രിക്ഷൻ, വർക്കിംഗ് ടേബിൾസ് ഫോർ ഫാൻ ഓഫ് ഫ്ലോ, ഐസോതെർമൽ ഫ്ലോ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് നമ്മൾ വരുമ്പോൾ ഫ്ലോ ത്രൂ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, റെയ്ലി ഫ്ലോ, പിന്നെ അതിന്റെ ഗവേണിംഗ് ഇക്വേഷൻ. ഓക്കെ, ഫാൻ ഓഫ് ഫ്ലോ, റെയ്ലി ഫ്ലോ ആയിരുന്നു നമ്മൾ ബേസിക് ആയിട്ട് ഔട്ട്കമ്മിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അഥവാ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. റെയ്ലി ലൈൻ ഓൺ HS ആൻഡ് PV ഡയഗ്രാം, സെയിം ഫാനോ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെയിം ഒരു ഇത് തന്നെയാണ് റെയ്ലി ഫ്ലോ വരുന്നത്. അപ്പോൾ ഫോർത്തും ഫിഫ്ത്തും എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ സിക്സ്ത് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ കംപ്രസിബിൾ ഫ്ലോ ഫീൽഡ് വിഷ്വലൈസേഷൻ ആൻഡ് മെഷർമെന്റ്, ഷാഡോ ഗ്രാഫ്, സ്ക്ലീഡൻ ടെക്നിക്ക്, ഇന്റർഫെറോമീറ്റർ, സബ്സോണിക് കംപ്രസിബിൾ ഫ്ലോ ഫീൽഡ് മെഷർമെന്റ്, compressibility, correction factor, hot wire anemometer, supersonic flow measurement, shock tube, Rayleigh cricket tube, wedge probe, stagnation temperature probe, temperature recovery factor, keel probe, wind tunnels, closed and open tank. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിലബസ് വായിക്കുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, ലെസണിലുള്ള കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ടഫ്നെസ് നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ
നന്നായിട്ട് മനസ്സിലാക്കി പോകും. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാണ്, പി ബാലചന്ദ്രൻ, ഫണ്ടമെന്റൽസ് ഓഫ് കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, പിന്നെ അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് കംപ്രസിബിൾ ഫ്ലോ, ഓക്കെ, SM യാഹിയ. ഓക്കെ, ഈ രണ്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, നമ്മുടെ ലൈബ്രറിയിലുണ്ട്. പിന്നെ ഡേറ്റ ബുക്ക്. ഓക്കെ, ഇന്നിപ്പോൾ വെനസ്ഡേ അല്ലേ, ഈ മൺഡേക്കുള്ളിൽ എല്ലാവരും ഗ്യാസ് ടേബിൾ മേടിക്കുക. ഓക്കെ, ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ HMTയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ഗ്യാസ് ടേബിൾസ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം. ഞാൻ ഈ രണ്ട് സെയിം ആണ്. ഇത് ഗ്യാസ് ടേബിൾ 8th എഡിഷൻ്റെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ ഇതാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പഴയ എൻ്റെ ഇരിക്കുന്ന എഡിഷൻ ഇതാണ്, 6th എഡിഷൻ. നിങ്ങൾക്ക് സീനിയേഴ്സിൻ്റെയിലോ ആരുടെയെങ്കിലും ഉണ്ടെങ്കിലും മേടിച്ചാൽ മതി. ഓക്കെ, ഗ്യാസ് ടേബിൾസ് ഇതിൻ്റെ തന്നെ സെയിം കവറുള്ള മറ്റേ SM യാഹിയുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും, രണ്ടും കൂടെ മാറിപ്പോകരുത്. ഇത് ഗ്യാസ് ടേബിൾ തന്നെ ആയിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഈ മൺഡേക്കുള്ളിൽ എല്ലാവരും തന്നെ അത് മേടിച്ചിരിക്കണം, 41 പേരും അത് മേടിച്ചിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് മെക്കാനിക്സ് അല്ലെ, മൂവ്മെന്റ്. അതുപോലെ സോളിഡ് മെക്കാനിക്സ്, അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സോളിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഓക്കെ, ഫ്ലൂയിഡ് മെക്കാനിക്സ് വീണ്ടും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ഉണ്ട്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ എഗെയിൻ നമ്മൾ തിരിച്ചിരിക്കുന്നുണ്ട്, ഇത് ഹൈഡ്രോഡൈനാമിക്സ് ആൻഡ് ഇൻകംപ്രസിബിൾ എയറോഡൈനാമിക്സ്. ഹൈഡ്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൂയിഡ് ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിനെ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേര് പറയാം ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ, ഫ്ലൂയിഡ് ഡെൻസിറ്റി വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മൊഡ്യൂൾ 1. ഇനി എന്താണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്? മൊഡ്യൂൾ 1ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുകയാണ്. ഓക്കെ, ഞാൻ അല്ലാതെ നിങ്ങൾക്ക് ഡെറിവേഷൻസ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ തുടങ്ങുന്നത് തന്നെ ഡെറിവേഷൻസിലാണ് നമ്മുടെ ഇത് തുടങ്ങേണ്ടത്. പക്ഷെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറയാം. ഓക്കെ, അപ്പം കംപ്രസിബിൾ ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ആ പേരിൽ നിന്ന് തന്നെയുണ്ട് എന്താണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്, എന്താണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. കംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് മാറ്റർ ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എക്സ്റ്റേണൽ പ്രഷർ. ഓക്കെ, ഒരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലൂയിഡിനെ കംപ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത്, അതിനെ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഇനി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഈസ് മാറ്റർ ദാറ്റ് കനോട്ട് ബി കംപ്രസ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ പ്രഷർ. ഓക്കെ, അപ്പം കംപ്രസിബിൾ ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതാ, നമ്മുടെ ഗ്യാസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏത് വരും, ലിക്വിഡ് വരാം, ഗ്യാസ് വരാം, പേപ്പർ വരാം അല്ലെ. അപ്പോ നമ്മുടെ ലിക്വിഡ്, ഒരു വാട്ടറിനെ നമ്മൾ ഒരു ബക്കറ്റിൽ എടുത്ത് വെച്ചിരിക്കും, ഒരു ബീക്കറിൽ എടുത്ത് വെച്ചിരിക്കും. അതുപോലെ തന്നെ ഒരു ഗ്യാസിനെ നമ്മൾ വെച്ചിട്ട് അതിനെ അടച്ചു വെക്കും. ആ ഗ്യാസ് വെളിയിൽ പോകാത്ത രീതിയിൽ ഒരു പിസ്റ്റൺ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടാണ്. ഓക്കെ, അതിന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിൽ ഒരു പിസ്റ്റൺ വെച്ചിട്ട് അതിനെ നേരെ ഒരു പ്രഷർ താഴേക്ക് കൊടുക്കും. അപ്പൊ താഴേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ലിക്വിഡ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഈ ലിക്വിഡ് ഉള്ള പോർഷൻസ്, ലിക്വിഡ് ഉള്ള ബക്കറ്റിൽ നമ്മൾ പ്രഷർ എത്ര കൊടുത്താലും, അതിന്റെ മണ്ടയ്ക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിനകത്ത് ഒരു പ്രഷർ കൊടുത്താലും അത് എന്ത് ചെയ്യില്ല, അത് ഒരു ലിമിറ്റിൽ കൂടുതൽ, ലിമിറ്റിൽ ഒരു ചെറിയ ഒരു ചേഞ്ചേ ഉള്ളൂ. അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇപ്പൊ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു, അത് കംപ്രസ് ചെയ്യില്ല. അപ്പൊ ലിക്വിഡ് എന്താണ്, അതിന് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയും. ഇനി നമ്മുടെ ഗ്യാസ് ആണെങ്കിലോ, നമുക്കൊരു പരിധി വരെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലെ. അവിടെ എന്താണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, ലിക്വിഡ്, അതിനകത്ത് നിങ്ങൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തായിരിക്കും, കുറവായിരിക്കും. ഇനി ഗ്യാസിലാണെങ്കിലോ അത് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, വോളിയം ക്യാൻ ബി റെഡ്യൂസ്ഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഓൺ ദ ഫ്ലൂയിഡ്. ഇത് ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞത്. വോളിയത്തിനെ നമുക്ക് കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ വോളിയം, അതിന്റെ ആദ്യത്തെ വോളിയം V1 ആയിരുന്നു എങ്കിൽ നമുക്ക് അതിനെ പ്രഷർ അപ്ലൈ ചെയ്ത് അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്ത് V2ലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ വോളിയം കനോട്ട് ബി റെഡ്യൂസ്ഡ് വിത്ത് ആപ്ലിക്കേഷൻ ഓഫ് പ്രഷർ ഓൺ ദ ഫ്ലൂയിഡ്. ഓക്കെ, എനിക്ക് ഇതില് പോയിന്റർ യൂസ് ചെയ്യാൻ പറ്റില്ല, ഗൂഗിൾ സ്ലൈഡ് ആണ് യൂസ് ചെയ്തത്. നാളെ മുതൽ റെഡിയാക്കാം. ഓക്കെ,
അപ്പോൾ തേർഡ് പോയിന്റ്, ഡെൻസിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് എ പ്രഷർ ഓൺ ദ. അപ്പൊ കംപ്രസിബിൾ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, അപ്പം ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന ടേം, നമ്മുടെ കംപ്രസിബിലിറ്റി അല്ലെ കംപ്രസിബിൾ ഫ്ലൂയിഡ് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടിയത് ഡെൻസിറ്റി എന്നൊരു ടേം. അപ്പൊ ഈ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യാം. ഒരു പ്രഷർ നമ്മൾ ആ ഫ്ലൂയിഡിന്റെ മണ്ടയ്ക്ക് കൊടുത്തു. ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ്, നമ്മൾ പെട്ടെന്ന് ലിക്വിഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ്, ഗ്യാസ്, വേപ്പർ എല്ലാം കൂടെ വരുന്നതാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എന്ത് പറയുന്നത്, കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ട്. ഓക്കെ, ദെൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ ഡെൻസിറ്റി cannot be changed with the application of pressure on the fluid. ഓക്കെ, അതായത് ഡെൻസിറ്റി നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി ഇതിനകത്ത് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇനി അത് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഒരു ടേമാണ് മാക് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ മാക് നമ്പർ എന്താണ്, അതിന്റെ ബേസിക് ഡെഫിനിഷൻസ് എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കും. അതിന്റെ ഡെറിവേഷൻസ് എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, നിങ്ങൾ അതിനു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇപ്പം തന്നെ ആമസോണിൽ കയറിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം. ഓക്കെ, ഈ ഗ്യാസ് ടേബിൾസ്. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് കൂടെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, വാല്യൂ ഓഫ് മാക് നമ്പർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0.3. ഇപ്പൊ കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ അത് കംപ്രസിബിൾ ആണോ ഇൻകംപ്രസിബിൾ ആണോ, നമ്മൾ എഞ്ചിനീയർ അത് മനസ്സിലാക്കണം. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എയറോസ്പേസ് എഞ്ചിനീയർ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, മാക് നമ്പർ 0.3 മുകളിലായിരിക്കണം കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിൽ. എന്താ കംപ്രസിബിൾ ഫ്ലൂയിഡ്? കംപ്രസിബിൾ ഫ്ലൂയിഡിന് വേറൊരു പേര് ഞാൻ പറഞ്ഞിരുന്നത് എന്താണ്, ഗ്യാസ് ഡൈനാമിക്സ്. പെട്ടെന്ന് ഓർമ്മ വരുമോ ഗ്യാസ്. ഇൻകംപ്രസിബിളിന് പെട്ടെന്ന് ഓർമ്മ വരുമോ ലിക്വിഡിന് വാട്ടർ ഓർമ്മ വരും. അപ്പോൾ മാക് നമ്പർ 0.3 മുകളിലായിരിക്കണം അതൊരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ് എന്ന് പറയണമെങ്കിൽ. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണെങ്കിലോ, വാല്യൂ ഓഫ് മാക് നമ്പർ ഷുഡ് ബി ലെസ് ദാൻ 0.3. ഓക്കെ, അപ്പൊ എന്താണ്, മാക് നമ്പർ 0.3 താഴെയാണെങ്കിൽ അതെന്താണ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആണ്. ഷുഡ് ബി ലെസ് ദാൻ. ഓക്കെ, നമ്മളത് ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മാക് നമ്പർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ മാക് നമ്പറിന്റെ ബേസിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, then introduction to compressible flow. The subject is also known as a gas dynamics. Okay, ഇതിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലോ എന്നോ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഗ്യാസ് ഡൈനാമിക്സ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ കോസ് ആൻഡ് എഫക്ട്സ് ഓഫ് ഗ്യാസ്. ഓക്കെ, ഇതൊരു ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് ഒരു ഗ്യാസ് ഫ്ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും നമ്മുടെ അറ്റ്മോസ്ഫിയർ നമ്മൾ ചുമ്മാ നടന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കാറ് പോകുമ്പോഴോ ഒരു റോക്കറ്റ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ പോകുമ്പോഴോ, എന്ത് മൂവ് ചെയ്യുന്നു, ഒരു പക്ഷി, ഒരു ബേർഡ് പറക്കുവാണെങ്കിൽ എല്ലാം അവിടെ എന്താണ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഉണ്ട്. ഫ്ലൂയിഡിന്റെ മോഷൻ ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏതാ, ഗ്യാസ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആണ് അവിടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. It deals with the analysis of both dynamics and thermodynamics of gas flow. അപ്പോൾ നമ്മൾ ഈ കംപ്രസിബിൾ ഫ്ലോയ്ക്കകത്ത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് തെർമോഡൈനാമിക്സിന്റെ ആപ്ലിക്കേഷൻ. ഈ തെർമോഡൈനാമിക്സ്, അതായത് നമുക്കറിയാം തെർമോഡൈനാമിക്സ് എന്താണ് അല്ലെ, ഈ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെ വരുന്നത്. ഇനി നമ്മുടെ ഈ കംപ്രസിബിൾ ഫ്ലോ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് ഇൻഡസ്ട്രിയിൽ അത് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൈ സ്പീഡ് എയറോഡൈനാമിക്സ്, റോക്കറ്റ് ആൻഡ് മിസൈൽ പ്രൊപ്പൽഷൻ, സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻസ്, ഹൈ സ്പീഡ് ടർബോ കംപ്രസേഴ്സ്. അതായത് നമ്മുടെ ISRO. ഓക്കെ, ISROയിലെ മെയിൻ റിസർച്ചുകളൊക്കെ നടക്കുന്നത്, ISRO എന്താണ്, ഫുൾ സ്പേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സ്പേസിൽ നടക്കുന്ന എല്ലാ ഈ പറഞ്ഞ ഈ ISROയിൽ നടക്കുന്നത്, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് എല്ലാം നടക്കുന്നത് ഈ പറഞ്ഞ കംപ്രസിബിൾ ഫ്ലോയെ സ്റ്റഡി ചെയ്യുന്നതാണ്. ഓക്കെ, സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻസിൽ, ഹൈ സ്പീഡ് ടർബോ കംപ്രസേഴ്സ്, ഇതെല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും CFD എഞ്ചിനീയർ, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എഞ്ചിനീയർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം അതിനകത്തൊക്കെ മെയിൻ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫ്ലൂയിഡ് ഒരു ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, നമ്മളൊരു കാർ പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്
എയർ വരുന്നു, അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എത്രത്തോളം വരുന്നു, അതിനെ എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇതൊക്കെ ഒരു CFD എഞ്ചിനീയർ ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു കംപ്രസിബിൾ ഫ്ലോ. നെക്സ്റ്റ്, എ മേജർ പോർഷൻ കവേർഡ് ബൈ ദ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഡീൽസ് വിത്ത് റിലേഷൻ ബിറ്റ്വീൻ ഫോഴ്സ്, മാസ് ആൻഡ് വെലോസിറ്റി. ഫോഴ്സ്, മാസ്, വെലോസിറ്റി. ഓക്കെ, ഇതിന്റെ മേജർ കോറിലേഷൻസ് ആയിരിക്കും നമ്മൾ ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സ് ഡീൽ ചെയ്യുന്നത്. Therefore, following laws are frequently used in dealing with a variety of compressible flow problems. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ 6 മൊഡ്യൂളിലും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഇത് പറയുന്നത്, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഒന്ന് ലോ ഓഫ് കൺസർവേഷൻ ഒന്നാണ്. അതെന്താണ്? കണ്ടിന്യൂറ്റി ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അതെന്താണ്? മൊമെന്റം ഇക്വേഷൻ. ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ഇക്വേഷൻ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. പെർഫെക്റ്റ് ഗ്യാസ് ലോസ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു കുറച്ച് ബേസിക് ഡെഫിനിഷൻസ്. അപ്പം എന്താണ് ഫ്ലൂയിഡ് സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം, എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം, അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് നന്നായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. ദെൻ ബൗണ്ടറി, കൺട്രോൾ വോളിയം, സ്റ്റേറ്റ്, പ്രോസസ്, സൈക്കിൾ, പ്രോപ്പർട്ടി, ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, കണ്ടിന്യൂം കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലെ? എന്താ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് which continuously deform when shearing forces are applied. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? 40 പേര്. അനന്തു കേൾക്കുന്നുണ്ടോ പറയുന്നത്? അനന്തു വേണുഗോപാൽ. കേൾക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലൂയിഡ്. അതിന്റെ ബേസിക് ഡെഫിനിഷൻ ആണ് ലിക്വിഡ്സ്, ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ് ആൻഡ് ദെയർ മിക്സേഴ്സ് ആർ ഓൾ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പം ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എന്താണ്, ലിക്വിഡ്, ഗ്യാസ്, വേപ്പർ എല്ലാം എന്താ ഫ്ലൂയിഡിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, എ നോൺ വിസ്കസ് ഓർ ഇൻവിസിഡ് ഫ്ലൂയിഡ്. ഓക്കെ, അതായത് ഇൻവിസിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, viscosity of the fluid is equal to 0. Okay, is known as an ideal fluid. Okay, ideal fluid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നോൺ വിസ്കസ് ആയിരിക്കും, അത് ഇൻവിസിഡ് ആയിരിക്കും. ഇനി ഒരു റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഐഡിയൽ ഫ്ലൂയിഡ് നമ്മൾ എല്ലാ ഒരു കണ്ടീഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഐഡിയൽ കണ്ടീഷൻ എടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റിയൽ കണ്ടീഷനുമായിട്ട്, ഇപ്പൊ ആക്ച്വലി നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ഒരു കണ്ടീഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഐഡിയൽ ആയിട്ട് ഒരു കേസ് എടുക്കും അല്ലെ? ശരിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല, അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഇല്ല. പക്ഷേ നമ്മൾ തിയറി ബേസ്ഡ് നമ്മൾ അതിനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരെണ്ണം ഉണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എത്രത്തോളം ഇതിലുണ്ട്. അതെല്ലാ കേസിലും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ പഠിക്കുന്ന എല്ലാ കേസിലും നമ്മൾ ഈ പറഞ്ഞ എന്തിനെ കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഐഡിയൽ കേസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്താ, എ നോൺ വിസ്കസ് ആൻഡ് ഇൻവിസിഡ് ഫ്ലൂയിഡ്. അപ്പൊ വിസ്കോസിറ്റി 0 ആയിട്ടുള്ള ഒരു സാധനം ഇല്ല. ഓക്കെ, എ റിയൽ ഫ്ലൂയിഡ് ഈസ് എ വിസ്കസ് ആൻഡ് സ്റ്റിക്കി ആൻഡ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് കണ്ടെയ്ൻ ഹീറ്റ്. ഓക്കെ, റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് വിസ്കസ് ആയിരിക്കും. ഓക്കെ, സ്റ്റിക്കി ആയിരിക്കും, അതുപോലെ ഹീറ്റിനെ കണ്ടക്ട്. പെർഫെക്റ്റ് ഫ്ലൂയിഡ്സ് ഹാവ് നോ ഷിയർ സ്ട്രെസ്സസ്, വിസ്കോസിറ്റി ഓർ ഹീറ്റ് കണ്ടക്ഷൻ. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ഫ്ലൂയിഡ് അല്ല ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഷിയർ സ്ട്രെസ് ഇല്ല, വിസ്കോസിറ്റി ഇല്ല, ഹീറ്റ് കണ്ടക്ഷൻ ഇല്ല. പെർഫെക്റ്റ് ഫ്ലൂയിഡ് ഈസ്, ആ പറഞ്ഞിരിക്കുന്നതിന് ഒന്നുകൂടെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്, പെർഫെക്റ്റ് ഫ്ലൂയിഡ് ഈസ് ഇൻവിസിഡ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇൻവിസിഡ് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഇൻവിസിഡ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇനി മറക്കരുത്, വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇൻവിസിഡ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുള്ളൂ. ഓക്കെ, പ്രോബ്ലംസിലായിട്ട് ഇൻവിസിഡ് കണ്ടീഷൻ എന്നൊക്കെ പറയുള്ളൂ. As well as incompressible, such fluid do not stick to the surface which they are in contact. Okay, then system എന്താണ്, സിസ്റ്റം എന്താണെന്ന് അറിയാം. ഓക്കെ, നമ്മൾ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് പ്രോപ്പർട്ടി എന്താണെന്ന് അറിയാം. പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുന്നുണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനെ പലൊരു പ്രോപ്പർട്ടിയെ വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യും. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a system is an arbitrary collection of matter which has fixed identity. ഒരു ഫിക്സഡ് ഐഡന്റിറ്റി ഉള്ള, ഫോർ എക്സാമ്പിൾ ഐഡന്റിറ്റി പറയുവാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 10 ബാർ പ്രഷറിൽ ഇരിക്കുന്ന ഒരെണ്ണം, അതൊരു ഫിക്സഡ് ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ആ ഫിക്സഡ് ഐഡന്റിറ്റി ഉള്ള ഒരു കളക്ഷൻ ഓഫ് മാറ്റേഴ്സിനെ നമ്മൾ എന്ത് പറയും, സിസ്റ്റം എന്ന് പറയും.
ഓക്കെ, തിങ്സ് ഔട്ട്സൈഡ് ദ സിസ്റ്റം ആർ നോൺ ആസ് സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പം അതിന്റെ ബൗണ്ടറി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സറൗണ്ടിങ്സ്. സിസ്റ്റത്തിന്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാം എന്താണ്? സറൗണ്ടിങ്സ്. അതിനെ എല്ലാം കൂടെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സ് എന്ന് പറയും അല്ലേ? ഇതൊക്കെ ബേസിക്. 1 സെക്കൻഡ്. ഹലോ, ക്ലിയർ ആണല്ലോ അല്ലേ പറയുന്നത്? ഹലോ ആൽബിൻ സുബി, കേട്ടോ? ഹലോ ആൽബിനെ, കേക്കില്ലേ? എനിക്ക് വോയിസ് ബ്രേക്ക് ആവുന്നല്ലോ. എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നു. എന്റെ വോയിസ് ബ്രേക്ക് അല്ലല്ലോ അല്ലേ? നിങ്ങളുടെ എനിക്ക് ബ്രേക്ക് ആയിട്ടാണ്. അല്ല, സാറിന്റെ വോയിസ് ബ്രേക്ക് അല്ല. സിസ്റ്റം എന്താണ്? സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സഡ് ഐഡന്റിറ്റി ഉള്ള കുറച്ച് കളക്ഷൻ ഓഫ് മാറ്റർ. ഓക്കെ, കുറച്ച് കളക്ഷൻ ഓഫ് മാറ്റർ, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ആ സിസ്റ്റത്തിന് വെളിയിലുള്ളതിനെ എല്ലാം എന്ത് പറയും? സറൗണ്ടിങ്സ് എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ അതിന്റെ ബൗണ്ടറി ഉണ്ട്, അതിനെ ഡിഫൈൻ ചെയ്യുന്ന ബൗണ്ടറി ഉണ്ട്. ദെൻ അതിനെ എല്ലാം കൂടെ സിസ്റ്റം, സറൗണ്ടിങ്സ്, ബൗണ്ടറി എല്ലാത്തിനെയും കൂടെ നമ്മൾ പറയുന്നത് യൂണിവേഴ്സ്. ദെൻ സിസ്റ്റത്തിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. എല്ലാ കേസിലും നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, തെർമോഡൈനാമിക്സ് ആയാലും ഓക്കെ, നിങ്ങൾക്ക് ഈ വർഷം അതിലെല്ലാത്തിലും നമ്മൾ സിസ്റ്റം പഠിക്കുന്നു. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് തന്നെ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഉള്ള ഒരു മാറ്റർ ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഫ്ലൂയിഡിന്റെ ഔട്ട്ഫ്ലോയോ ഇൻഫ്ലോയോ ഇല്ല. ഫ്ലൂയിഡിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ നമ്മൾ വേറെ എന്തും പറയാം, നമുക്ക് ഏത് വർക്ക് ഇന്ററാക്ഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ നമ്മൾ ഫ്ലൂയിഡിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഔട്ട്ഫ്ലോ ഓർ ഇൻഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഫ്രം ആൻഡ് ടു ദ സിസ്റ്റം. സിസ്റ്റത്തിന് അകത്തേക്കോ സിസ്റ്റത്തിന് വെളിയിലേക്കോ എന്താണ്? ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാകുകയില്ല. പക്ഷെ അവിടെ എന്താണ്? വർക്കും ഹീറ്റ് ട്രാൻസ്ഫറും അവിടെ ഉണ്ടാകും. ബട്ട് ദി സിസ്റ്റം ക്യാൻ ഇന്ററാക്ട് വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ് ത്രൂ ഹീറ്റ് ആൻഡ് വർക്ക് അല്ലെ? അതായത് ഫ്ലൂയിഡ് ഫ്ലോ ഇല്ല. അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്ലോസ് ആക്കി വെച്ചിരിക്കുക, ഒരു റൂം അടച്ചിട്ടിരിക്കുക, അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ റൂം, അതിന്റെ ഡോർ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. അപ്പൊ എന്താണ്? ആ റൂമിലുള്ള ഗ്യാസ് എന്ത് ചെയ്യും? അവിടുത്തെ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? വെളിയിലേക്ക് മൂവ് ചെയ്യും. അത്രേ ഉള്ളൂ. എ സിസ്റ്റം ത്രൂ വിച്ച് ദർ ഈസ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മാറ്റർ. ഓക്കെ, ഇവിടെ മാറ്റർ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണ്. ഇസ് നോൺ ആസ് ആൻ ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു റൂം, നിങ്ങളിപ്പോ ഇരിക്കുന്ന റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ ഗ്യാസ് ഫ്ലോ വെളിയിലേക്ക് പോകില്ല. ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകില്ല. ഫ്ലൂയിഡ്, ഗ്യാസ് ആണല്ലോ ഫ്ലൂയിഡ്, അത് വെളിയിലേക്ക് പോകില്ല. ഇനി ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ എന്താണ്? ആ ഡോർ നിങ്ങൾ അങ്ങ് തുറന്നിട്ടാൽ മതി, അപ്പൊ അത് ഓപ്പൺ സിസ്റ്റമായി. അവിടെ നിന്ന് എന്താണ്? കണ്ടിന്യൂസ് ഫ്ലോ എവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇറ്റ് ഹാസ് ഫിക്സഡ് സ്പേസ് ബട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ എ ഫിക്സഡ് മാസ് ഓഫ് മാറ്റർ. അതായത് ആ റൂം എന്ന് പറയുന്നത്, അത് നമ്മൾ ഓപ്പൺ സിസ്റ്റത്തിൽ നമ്മൾ ഡോർ തുറന്നിടുക. ക്ലോസ്ഡ് സിസ്റ്റം ആയിരുന്ന റൂമിനെ നമ്മൾ ഡോർ തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്? അതിന്റെ സ്പേസ്, അതിന്റെ ഏരിയ മാറുന്നുണ്ടോ? ഇല്ല, ഏരിയ സെയിം തന്നെയാണ്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി, അവിടെ ഉണ്ടാകുന്ന ഫ്ലൂയിഡിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. ഓക്കെ, then isolated system, there is no flow of mass and energy to and from a system which is known as isolated system. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ നമ്മൾ ഞാൻ എല്ലാ കേസിലും പറയുന്നത് പോലെ ഐസൊലേറ്റഡ് സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, അവിടെ ഒരു ട്രാൻസ്ഫറും അവിടെ നടക്കത്തില്ല. Then boundary is an imaginary surface which separates the system from its surroundings. അപ്പൊ നിങ്ങൾക്കറിയാം, ഇതാ നോക്കി റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കുക. എനിക്കിവിടെ പോയിന്റർ, ഓക്കെ, നിങ്ങൾക്ക് കാണാം, പോയിന്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പോ ഇതാ നോക്കുക, യൂണിവേഴ്സ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു സിസ്റ്റം ഉണ്ട്, ഓക്കെ, ഒരു ഫിക്സ്ഡ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ അവിടെ ഉണ്ട്, അല്ലെ ഫ്ലൂയിഡ് അവിടെ ഉണ്ട്. ദെൻ അതിനെ നമ്മൾ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്ന ബൗണ്ടറി ഉണ്ട്, അതിനെ സിസ്റ്റം ബൗണ്ടറി എന്ന് പറയുന്നു. ദെൻ അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ളതിനെ സറൗണ്ടിങ് എന്ന് പറയുന്നു. ഇതിനെ എല്ലാത്തിനെയും കൂടെ ചേർത്ത് യൂണിവേഴ്സ് എന്ന് പറയുന്നു. അപ്പം സിസ്റ്റം ഉണ്ട്, ബൗണ്ടറി ഉണ്ട്, സറൗണ്ടിങ്സ്. ദെൻ കൺട്രോൾ വോളിയം. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇനിയും ചെയ്യുന്ന ഡെറിവേഷൻസിലൊക്കെ ഒരു കൺട്രോൾ വോളിയം എടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൺട്രോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു സ്പേസ്, ഇപ്പോൾ ഒരു വലിയ റൂമിന്റെ ചെറിയൊരു പോർഷനെ നമ്മൾ എടുക്കുന്നു, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കൺട്രോൾ വോളിയം എന്ന് കഴിഞ്ഞാൽ അതിനകത്തുകൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു കൺട്രോൾ ആയിട്ട് നമ്മൾ ഒരു വോളിയത്തിനെ ഫിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു.
അപ്പൊ അതിന് ഔട്ട്സൈഡ് ആയിട്ടുള്ളതിനെ കൺട്രോൾ സർഫസ് എന്ന് പറയും. ഡെഫിനിഷൻ വായിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ആൻ ആർബിട്രറി വോളിയം ഫിക്സ്ഡ് ഇൻ സ്പേസ് ത്രൂ വിച്ച് ഫ്ലൂയിഡ് ഫ്ലോസ്. അതായത് ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ നമ്മളൊരു ആർബിട്രറി പോയിന്റ് നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ കേസിലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു റൂമിനെ ഫുൾ ആയിട്ട് എടുത്ത് അനലൈസ് ചെയ്യുക. അവിടുത്തെ ഗ്യാസിന്റെ അവിടുത്തെ ഫ്ലൂയിഡ് ഫ്ലോ അവിടെ നമുക്ക് അറിയണം. അതിനറിയണമെങ്കിൽ നമുക്ക് എല്ലാ പോർഷൻസും കൂടെ നമുക്ക് എടുക്കണമെന്നില്ല. അതിന്റെ ഏതെങ്കിലും ഒരു കൺട്രോൾ വോളിയത്തിനെ നമ്മൾ ഫിക്സ് ചെയ്യുക, ഒരു ആർബിട്രറി പോയിന്റിനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് അതിനകത്തൂടെയുള്ള ഫ്ലോയെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, ദ ഐഡന്റിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് occupying the control volume changes with time. Therefore, control volume is an open system. കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സിസ്റ്റം ആണ്. അതായത് അതിനകത്തൂടെ ഫ്ലൂയിഡ് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഓക്കെ, അതിനെ ഔട്ട്സൈഡ് ആയിട്ടിരിക്കുന്നതിനെ നമ്മൾ കൺട്രോൾ സർഫസ് എന്ന് പറയും. ഓക്കെ, ദെൻ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്താണ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ, അതൊരു സിസ്റ്റം ആണെന്ന് പറയണമെങ്കിൽ, ഇപ്പം ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഇപ്പം നമ്മൾ ജസ്റ്റ് ചുമ്മാ പറയാൻ പറ്റില്ല. ഓക്കെ, അവരെ മനസ്സിലാക്കണമെങ്കിൽ അഖിൽ കൃഷ്ണൻ എന്നൊരു പേര്, അഖിൽ ഒരുപാടുണ്ടായിരിക്കും, അഖിൽ കൃഷ്ണൻ എന്നൊരു പേര് കൊടുത്തിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മളൊരു സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതിന്റെ മാസ്, അതിന്റെ വോളിയം, അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ ഡെൻസിറ്റി, അതിന്റെ അതാണ് അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, the properties of a system is a measurable characteristics of a system that is in equilibrium. ഓക്കെ, ഒരു മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അതിനുണ്ടെങ്കിൽ അതിനെ പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ, പ്രോപ്പർട്ടി മേ ബി ഇന്റൻസീവ് ഓർ എക്സ്റ്റെൻസീവ്. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് റീകളക്ട് ചെയ്യുക. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിന് ഇൻഡിപെൻഡന്റ് ആണ്. അല്ലേ, നമ്മളൊരു ട്രിക്ക് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ are independent of the amount of mass. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡെൻസിറ്റി. ഓക്കെ, ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ സിസ്റ്റം. ദെൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വേരീസ് ഡയറക്ട്ലി വിത്ത് മാസ്. മാസിന് എന്താ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതെന്താണ്? മാസ്, വോളിയം, എനർജി, എന്തായാലും. ഓക്കെ, അത് എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ആപ്പിൾ എടുക്കുന്നു, ആ ആപ്പിളിനെ ഒന്ന് മുറിക്കുന്നു, രണ്ടായിട്ടൊന്ന് മുറിക്കുന്നു. ഒരു ഫുൾ ആപ്പിളിനെ നമ്മൾ ഒരു കത്തി വെച്ച് മുറിക്കും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് അതിനൊരു 20 ഡിഗ്രി സെൽഷ്യസിലുള്ള 20 ബാർ പ്രഷറിലുള്ള, ഓക്കെ, ഒരു ഫിക്സഡ് ഡെൻസിറ്റി ഉള്ള, ഫിക്സഡ് മാസ് ഉള്ള, ഫിക്സഡ് വോളിയത്തിലിരിക്കുന്ന ഒരു ആപ്പിള്, അതിന് 1 കിലോ ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒറ്റ ആപ്പിളിന് 1 കിലോ ആണ്. അപ്പോൾ ഈ ആപ്പിളിനെ നമ്മൾ മുറിക്കുന്നു. മുറിച്ച് കഴിയുമ്പോൾ ഈ ഇരിക്കുന്നത് നമ്മുടെ ഒറ്റ ആപ്പിളാണ്, അതിന് 1 കിലോ. ഓക്കെ, ദെൻ വോളിയം, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ, സ്പെസിഫിക് പ്രഷർ, സ്പെസിഫിക് ഡെൻസിറ്റി ഉള്ള ഒരു ആപ്പിളിനെ നമ്മൾ നടുക്കൂടെ മുറിക്കുന്നു. മുറിച്ച് കഴിയുമ്പോൾ അതിന്റെ 1 കിലോ എന്നുള്ളത് മുറിച്ച് കഴിയുമ്പോൾ എന്താണ്? 1/2 കിലോ ആയി മാറും നടുക്കൂടെ മുറിക്കുന്നു. അപ്പൊ മാസ് എന്താവുന്നു? അവിടെ ഹാഫ് ആവുന്നു. അപ്പൊ എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെ ടോട്ടൽ വോളിയം എന്ത് ചെയ്തു? അതിനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞപ്പോൾ മാറി, ഹാഫായി. അപ്പം എന്താണ്? വോളിയം ചേഞ്ച് ചെയ്തു. അപ്പൊ അവിടെ മാസാണ് നമ്മൾ മുറിച്ചെടുത്ത് മാറ്റിയത്, അല്ലെ? അവിടെ ക്വാണ്ടിറ്റി ആണ്, ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ തന്നെയാണ് നമ്മളെടുത്ത് മാറ്റിയത്. ഓക്കെ, അതിനാണല്ലോ മാസ് എന്ന് പറഞ്ഞത്. ആ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിനെ എടുത്ത് മാറ്റിയപ്പോൾ അവിടെ വോളിയവും മാസും നമുക്ക് പകുതി ആയെങ്കിൽ അതിനെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്? അത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് പെട്ടെന്ന് മുറിച്ച് മാറ്റുമ്പോൾ ഒരിക്കലും 20 ഡിഗ്രി സെൽഷ്യസിൽ അത് മാറില്ല. രണ്ടിനും സെയിം ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ടെമ്പറേച്ചർ ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ പ്രഷറിന്റെ കേസിൽ, പ്രഷറിന്റെ കേസിലും സെയിം. അതുപോലെ ഡെൻസിറ്റിയുടെ കേസിലും സെയിം. അപ്പോ മാസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ഓർക്കുക, മാസ്, വോളിയം ഒക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഒക്കെ എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. അങ്ങനെ കുറെ ഉണ്ട്. ഇന്റൻസീവ് പ്രോപ്പർട്ടി നമ്മളെ മനസ്സിലാക്കാനായി വെച്ചിട്ട് ഓർക്കുക, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഓക്കെ, നമ്മൾ ഇനി ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുള്ളൂ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്കത് ബേസിക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നമ്മളെല്ലാം ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടിയിൽ എന്താണ്? നിങ്ങൾക്ക് 10 മണി വരെ അല്ലേ ക്ലാസ്? ഹലോ, ആരും ഇല്ലേ ഇവിടെ? കേൾക്കുന്നില്ലേ? ജിയോ ജോർജ് മാത്യു. സാർ 10 മണി വരെ ക്ലാസ്.
ഒരു 2-3 സ്ലൈഡുണ്ട്, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിനെ ഇൻഡിപെൻഡന്റ് ആണ്. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഈ PPT ഷെയർ ചെയ്ത് തരാം, നിങ്ങളിത് വായിക്കുക. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The state of a system is its condition which is defined by its properties. ഒരു സ്റ്റേറ്റിൽ ഇരിക്കുക, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു, ആ സിസ്റ്റം എന്താണ്? ഒരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു ഡെഫിനിറ്റ് ഒരു പ്രോപ്പർട്ടി വെച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 20 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന ഇത്ര ബാർ പ്രഷറിലുള്ള ഒരെണ്ണം ഈ സ്റ്റേറ്റിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് ഏതാണ്? ഇനി അത് സ്റ്റേറ്റ് വേറെ സ്റ്റേറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് അത് 10 ഡിഗ്രി സെൽഷ്യസ് ആയി, അപ്പൊ അത് സ്റ്റേറ്റ് 2 ആയി. അപ്പൊ നോക്കി, സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 ആണ്. അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ്. ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നുമില്ല, ഒരു സ്റ്റേറ്റിൽ നിന്ന് 15 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആ സ്റ്റേറ്റ് എത്തിയെങ്കിൽ അതിനെടുക്കുന്ന ആ ചേഞ്ച് ഓഫ് സീരീസിനെയാണ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഒക്കെ നിങ്ങൾ പഠിച്ച് ഓർമ്മയുണ്ടായിരിക്കും. ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ്സ് ഓക്കെ HMT പഠിക്കാനുണ്ടായിരുന്നു, തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് അറിയാലോ, ഓർമ്മയുണ്ടല്ലോ. എന്താണ് ക്വാസി സ്റ്റാറ്റിക്, ക്വാസി ഇക്വിലിബ്രിയം പ്രോസസ് എന്ന് പറഞ്ഞാൽ? ക്വാസി അതിന്റെ മീനിങ് എന്താണ്? ഓൾമോസ്റ്റ് ഇക്വിലിബ്രിയം പ്രോസസ്. എല്ലാ സ്റ്റേറ്റും കടന്ന്, ഇപ്പം സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3, ഒരു 10 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് 1നും സ്റ്റേറ്റ് 2നും സ്റ്റേറ്റ് 10നും ഇടയ്ക്കുള്ള എല്ലാ പ്രോസസ്സുകളും എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും. അതൊരു സ്ലോ പ്രോസസ് ആയിരിക്കും അല്ലെ? ക്വാസി സ്റ്റാറ്റിക് പഠിച്ച ഓർമ്മയില്ല. Then process. A process is a change or a series of change in the system. Then cycle എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു സ്റ്റേറ്റ് 1 ഉണ്ട്. സ്റ്റേറ്റ് 1 എന്താണ്? ഒരു സ്പെസിഫിക് ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സ്റ്റേറ്റ് 1 ഉണ്ട്. അതിൽ നിന്ന് സ്റ്റേറ്റ് 2 എത്തിയിട്ട് തിരിച്ചത് വീണ്ടും സ്റ്റേറ്റ് 1 വരുവാണെങ്കിൽ അതിനെ എന്ന് പറയുന്നത് സൈക്കിൾ എന്ന് പറയും. If the initial and final states of a system experiencing a series of processes are identical, it is said to be executing a cycle of given number of processes. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് അതിന്റെ സെയിം ആണെങ്കിൽ അതിനെ സൈക്കിൾ എന്ന് പറയുന്നത്. റിപ്പറ്റേഷൻ വീണ്ടും നടന്നു. ഓക്കെ, സ്റ്റേറ്റ് എന്താണ്? ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2 പോകുന്ന ആ സീരീസ് ഓഫ് ചേഞ്ചസിനെ നമ്മൾ എന്ന് പറയും പ്രോസസ്. ഓക്കെ, ദെൻ കണ്ടിന്യൂ അപ്രോച്ച്. ഇതിനകത്ത് ഒരു മെയിൻ അപ്രോച്ച് ആണ് കണ്ടിന്യൂം അപ്രോച്ച് എന്ന് പറയുന്നത്. ഒന്നുമില്ല, നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വലിയ സിസ്റ്റം, അതായത് ഒരു ഇഷ്ടിക എടുത്ത് ആ ഇഷ്ടിക നമ്മൾ കയ്യിൽ വെച്ചിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് പൊടിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതിന്റെ മോളിക്യൂളിന്. അതിനകത്ത് ഒരുപാട് മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, ഇതിന്റെ കേസിലൊക്കെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അവിടുത്തെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അത് തമ്മിലുള്ള ഗ്യാപ്പ്, വോയിഡ്സ്, ഇലക്ട്രോണിന്റെ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു സിസ്റ്റത്തിനെ എടുക്കുമ്പോൾ, ആ ഒരു ഇഷ്ടിക എന്നൊരു സിസ്റ്റത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഏത് പ്രോപ്പർട്ടി എവിടെ നിന്ന് നോക്കിയാലും അതായത് അതിന്റെ തുടക്കത്തിലുള്ള അതിന്റെ ലെഫ്റ്റ് എൻഡിലുള്ള പ്രോപ്പർട്ടീസ് തന്നെയായിരിക്കും അതിന്റെ റൈറ്റ് എൻഡിലും. കണ്ടിന്യൂസ് ആയിരിക്കും. അതിന്റെ മാറ്റർ ഓഫ് മോളിക്യൂൾസ് കണ്ടിന്യൂസ് ആയിരിക്കും, അതിന്റെ മീഡിയത്തിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് എടുക്കുന്നതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഇനിയും മുതലുള്ള ഇത് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിരിക്കും. ഇനിയും മുതലുള്ള കൺസെപ്റ്റുകൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉള്ളത് അന്നേരം തന്നെ ചോദിക്കുക. ഓക്കെ, അപ്പൊ കണ്ടിന്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കൺസിസ്റ്റ് ഓഫ് സെവറൽ പാർട്ടിക്കിൾസ്. കുറെ പാർട്ടിക്കിൾസ് ഉണ്ട് ഒരു ബോഡി കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈച്ച് പാർട്ടിക്കിൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു മോളിക്യൂൾസ്, atoms and electrons. It is not feasible to solve an engineering problem by treating body as a collection of such discrete particles. ഒരു എഞ്ചിനീയറിംഗ് പ്രോബ്ലത്തിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിനെ നമുക്ക് എടുത്ത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സോൾവ് ചെയ്യാനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വലിയ സിസ്റ്റത്തിന് തന്നെ എടുത്ത് സോൾവ് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് ടൈം ഒരുപാട് കമ്പ്യൂട്ടേഷണൽ എക്സ്പെൻസിന്റെ ആവശ്യമാണ്. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യുക എന്നുള്ളത് ഫീസിബിൾ അല്ല. നമ്മൾ അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ അല്ലാതെ ഒരു കളക്ഷൻ ഓഫ് മാറ്റർ ആണ്, ആ കുറെ പാർട്ടിക്കിൾസിന്റെ കളക്ഷൻ ഓഫ് മാറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് കണ്ടിന്യൂ അപ്രോച്ച് എന്ന് പറയുന്നത്. ദ ബോഡി ഈസ് അസ്യൂംഡ് ടു കൺസിസ്റ്റ് ഓഫ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ. ഇൻ അതർ വേർഡ്സ്, ബോഡി ഈസ് ട്രീറ്റഡ് ആസ് എ കണ്ടിന്യൂം. അപ്പോ ഈ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാറ്റർ ആണ് ഒരു ബോഡി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മാറ്ററിന്റെ
ആണ്. അപ്പൊ എന്തായാലും നോക്കിയേ, നമ്മുടെ ഒരു ആക്ച്വൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മോളിക്യൂൾസ് ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ മോളിക്യൂൾസിന്റെ കണ്ടിന്യൂസ് ആയിരിക്കും ഈ ഇരിക്കുന്ന മീഡിയത്തിൽ ഫുള്ള് എന്ന് നമ്മൾ അപ്രോക്സിമേഷനിൽ എടുക്കുകയാണ്. അതിനെയാണ് കണ്ടിന്യൂം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു കുറച്ച് ഡെഫിനിഷൻസും കൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. Fluid contain discrete particles and each particle's property varies from each other in the same fluid due to local. അതായത് ഫ്ലൂയിഡിൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിന്റെ അതിന്റെ പ്രോപ്പർട്ടി ഡിഫറൻസ് ആയിരിക്കും. ഓരോ ലോക്കൽ ചേഞ്ചസിന് എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഇഷ്ടികയുടെ ഒരു ലെഫ്റ്റ് എൻഡിൽ ചിലപ്പോൾ നമ്മളൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് എൻഡിൽ ചിലപ്പോൾ അത് എത്തണമെന്നില്ല. പക്ഷെ അതിന്റെ ഓരോ ലോക്കൽ ചേഞ്ചുകളും നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ടോട്ടൽ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്ത് ആ ലെഫ്റ്റ് എൻഡിലുള്ള ടെമ്പറേച്ചർ തന്നെയായിരിക്കും റൈറ്റ് എൻഡിലുള്ളത് എന്ന് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുകയാണ്. അതാണ് കണ്ടിന്യൂ അപ്രോച്ച് എന്ന് പറയുന്നത്. This causes difficulty in analyzing the problems. For engineering problems, we consider the variation of properties from one point to another, linear or matter as continuous matter. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി കണ്ടിന്യൂം കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല. കണ്ടിന്യൂം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ഇഷ്ടികയുടെ കേസ് നിങ്ങൾ ഓർത്താൽ മതി. ആ ഇഷ്ടികയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ഈച്ച് ഇൻഡിവിജ്വൽ മോളിക്യൂൾ ആയിട്ട് നമുക്ക് എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ലോക്കൽ ചേഞ്ചസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചറിലുണ്ടാകാം, പ്രഷറിലുണ്ടാകാം. പക്ഷെ നമുക്ക് അതിന്റെ ഓരോ ലോക്കൽ ചേഞ്ചസും എടുക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ആ ഇഷ്ടികയെ ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യും. അപ്പൊ കണ്ടിന്യൂം കൺസെപ്റ്റ് നമ്മൾ ചെയ്യണമെങ്കിൽ, ഇതിപ്പോ ഇഷ്ടികയുടെ കേസിൽ നമ്മൾ ഗ്യാസിന്റെ കേസിലാണ് കൂടുതൽ വരുന്നത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഒരു കൺട്രോൾ വോളിയത്തിലുള്ള ഒരു ഗ്യാസിന്റെ കേസ്. For the continuum concept to be applied, the molecular density should be around 10⁻⁹ molecules per centimeter cube or more. അതൊക്കെ നെക്സ്റ്റ് പറയുമ്പോൾ പറയാം. ഇപ്പൊ കണ്ടിന്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് പ്ലസ് മീഡിയം ആയി. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ ഇനിയും പഠിക്കാനുള്ളത് എന്താണ്? കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഈസ് ഗവേൺഡ് ബൈ ലോസ് ഓഫ് കൺസർവേഷൻ, മാസ്, മൊമെന്റം, എനർജി ആൻഡ് എൻട്രോപ്പി. ദീസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് റേറ്റ് ഇക്വേഷൻ. ഈ റേറ്റ് ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, മൊമെന്റം ഇക്വേഷൻ, എനർജി ഇക്വേഷൻ, എൻട്രോപ്പി ഇക്വേഷൻ. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് നേരത്തെ പഠിച്ചതായിട്ടും നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത്. ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ മുതൽ നാളെ മറ്റന്നാളും ക്ലാസ് ഉണ്ട്. നിങ്ങൾ മൺഡേക്കുള്ളിൽ എല്ലാവരും തന്നെ ഗ്യാസ് ടേബിൾ മേടിച്ചിരിക്കുക. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓക്കെ, ഓരോ പ്രോബ്ലം പറയുമ്പോഴും ഓരോ ഇക്വേഷൻസ് പറയുമ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് പഠിച്ചു പോകും. ഓക്കെ, അപ്പോ ഒരു മിനിറ്റ് അറ്റൻഡൻസ് നോക്കട്ടെ. ആദിത്യ കേൾക്കാവോ? സാർ. അഖിൽ പ്രസന്റ് സാർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും തന്നെ അറ്റൻഡൻസ് എടുത്ത് പോയത് എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഇൻഡിവിജ്വലി എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട്. S7 ആണെന്നൂടെ പറയണേ, ബി ആണെന്നൂടെ പറയണം. അഖിൽ കൃഷ്ണൻ പ്രസന്റ് സാർ. അഖിൽ എൽ യോഹന്നാൻ പ്രസന്റ് സാർ. അലൻ മാത്യു പ്രസന്റ് സാർ. അലൻ പി ബേബി പ്രസന്റ് സാർ. ആൽബിൽ ടി ടോമി പ്രസന്റ് സാർ. ആൽബിൽ അല്ലേ? ALBIL അല്ലേ? ആ അത് തന്നെ സാർ. ആൽബിൻ സിബി പ്രസന്റ് സാർ. ആൽബിൻ ജോൺ ആന്റണി അമലാർ സാർ. പ്രസന്റ് സാർ. അനന്തു വേണുഗോപാൽ സാർ പ്രസാദ്. അമലാറ് വെളിയിലെങ്ങാണ്ടാണോ? അമലെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. റോഡിലെങ്ങാണ്ടാണോ അമൽ? അല്ല സാറേ, ഞാൻ വെളിയിലേക്ക് വന്നതായിരുന്നു. ഇങ്ങനെ വെളിയിലേക്ക് വന്നിരുന്ന് നമ്മുടെ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ കേൾക്കരുത് കേട്ടോ. നിങ്ങൾ ഈ വെളിയിലൊക്കെ ആണെങ്കിൽ, കടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കയറാതിരിക്കുക. അത് ഞാൻ പറയുന്നുള്ളൂ. കാരണം അങ്ങനെ പഠിക്കാൻ പറ്റുന്നത് എന്തിട്ടല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ അങ്ങനെ ചെയ്യാം. അനീഷ് ജോർജ്, ആന്റണി ജോസഫ്, ബെൻ റോയ്. വിളിച്ചില്ല സാർ. അശ്വിന്റെ സാർ ആന്റണിയുടെ പ്രസന്റ് സാർ അശ്വിനായിട്ട് എടുത്തേ. വിളിച്ചില്ല. അശ്വിനല്ല, അശ്വിനിസ്. കേട്ടില്ല സാറ് 15 വിളിച്ചില്ല. അശ്വിനസ് അല്ലേ 15 എന്ന് പറയുന്നത്? ആ, ഓക്കെ, നോക്കിയിട്ടുണ്ട്. ബെൻ റോയ് സാർ. പ്രസന്റ് സാർ. ബെഞ്ചമിൻ ടോമി സാർ. പ്രസന്റ്.
ബെസ്റ്റിൻ ബേബി. സാർ നിങ്ങളുടെ പ്രസന്റ് സാർ. പേര് പഠിക്കാൻ വേണ്ടിയാണ്. ഞാനും പഠിക്കില്ല, ഞാൻ പേര് വിളിക്കുന്നു. ബിബിൻ മാത്യു. സാർ പ്രസന്റ് സാർ. ഇമ്മാനുവൽ കെ ജോർജ്. സാർ പ്രസന്റ്. ഇവാൻഡു. പ്രസന്റ് സർ. ജെനിസിസ് ജെ ചെറുവള്ളി. പ്രസന്റ് സാർ. ജിയോ ജോർജ് മാത്യു. പ്രസന്റ് സാർ. ഹരി കെ നായർ. പ്രസന്റ് സാർ. ആര് ഹരി കെ നായർ തന്നെയല്ലേ? ഓട്ടോയിലും കണ്ടാണോ ഹരി? അല്ല സാർ പ്രസന്റ്. ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വെളിയില്ല. ജസ്റ്റ് ഒന്ന് വെളി ഇറങ്ങിയാണ്. അറ്റൻഡൻസ് എടുക്കാൻ സമയമാകുമ്പോൾ വെളി ഇറങ്ങി. വെളിയായിരുന്നു. നീ അങ്ങനെ കയറില്ല കേട്ടോ, അങ്ങനെ കയറാതിരിക്കുക. വെളിയിലാണെങ്കിൽ എന്നോടൊന്ന് പറയാ, ഞാൻ വെളിയിലാണ്, ഞാൻ കേറുന്നില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ കയറി ചുമ്മാ കേൾപ്പിക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ വേണ്ട. ഓക്കെ, സാറിന് തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കയറിയത്. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ് മുതൽ കേട്ടോ. ഓക്കെ. ഹരികൃഷ്ണൻ. പ്രസന്റ് സാർ. ഹാരിസ് കിന്നി പീറ്റർ. പ്രസന്റ് സാർ. ജെഫിൻ ടോം. പ്രസന്റ് സാർ. ജോമിറ്റ് വിൽസൺ. പ്രസന്റ് സാർ. ജസ്റ്റിൻ ജോസഫ്. പ്രസന്റ് സാർ. മണിക്കുട്ടി ബാബു. സാറേ മാണിന്ന. മാണിക്കുട്ടി ബാബു. ഒറ്റ പേരായിട്ടാണോ? ഒറ്റപ്പേര. മാത്യു എബ്രഹാം. മാത്യു എബ്രഹാം ഇല്ലേ? ആബ്സെന്റ്. നവീൻ ടോം മാത്യു. പ്രസന്റ് സാർ. നോയൽ സജു. പ്രസന്റ് സാർ. പൃഥ്വി പി സജി. പ്രസന്റ് സാർ. റോഷൻ ബി ജേക്കബ്. പ്രസന്റ് സാർ. സംഗീത് കൃഷ്ണ പി. സംഗീതില്ല. പ്രസന്റ് സാർ. ഉണ്ട്. ശരത് ചന്ദ്രൻ. സാർ പ്രസന്റ് സാർ. പ്രസന്റ് സാർ. ശരത് ചന്ദ്രൻ അല്ലായിരുന്നു? പ്രസന്റ് സാർ. ഓക്കെ. ഷിൻഡോ കുര്യാക്കോസ്. സാർ പ്രസന്റ് സാർ. സുജിത്ത്. സാർ പ്രസന്റ്. തിമോത്തി വെന്നി. തിമോത്തി ഇല്ല, ആബ്സെന്റ്. തുഷാർ ജോഷി. സാർ പ്രസന്റ്. തുഷാർ അല്ലേ? തിമോത്തി അല്ലല്ലോ. അതെ സാർ. സാർ തുഷാർ. ടിനു സാജൻ. പ്രസന്റ് സാർ. വിഷ്ണു വിജയൻ. പ്രസന്റ് സാർ. ടോം ജോർജ്. ടോം ജോർജ് ആബ്സെന്റ്. റോഷൻ ജെയിംസ്. റോഷൻ ആബ്സെന്റ്. ഓക്കെ, അപ്പോ നിങ്ങളെല്ലാവരും ഒരു ബുക്ക് ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ബുക്ക് മേടിക്കുക. ഓക്കെ, നമുക്ക് ഡെറിവേഷൻസ് കുറെ എഴുതാനുണ്ട്. അപ്പോൾ വേറൊരു നോട്ട്ബുക്കിന്റെ പുറകിൽ എഴുതരുത്, എനിക്കിവിടെ സബ്മിറ്റ് ചെയ്യണം വരുമ്പോൾ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അത് എഴുതുക, ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞു ആദ്യം ഇച്ചിരി ടഫ് ആയതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ്, നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല. ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ ഇത് പഠിക്കുക, അതിനുവേണ്ടി പറഞ്ഞു. ഓക്കെ, അങ്ങനെ എല്ലാവരും എനിക്കൊരു മെസ്സേജ് ചെയ്യാം ഇൻഡീജ്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഹലോ സാർ. പറഞ്ഞു. സാർ സംഗീത പ്രസന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അതെ, നിങ്ങളെ ഗ്രൂപ്പ് തുടങ്ങാം കേട്ടോ. ആരായിരുന്നു? തിമോത്തി ഇവാൻഡോ അല്ലേ? ഗ്രൂപ്പ് തുടങ്ങാം കേട്ടോ. അവിടെ നിന്ന് പറഞ്ഞേക്കാം. സംഗീതല്ലേ? അതെ സാർ. ഓക്കെ.